ഗ്യാങ് വണ്ടി ഇല്ലേ? സാൻഡിയുടെ ഗാരേജോ? സാൻഡി ഗാരേജോ? ഇറ്റാച്ചി നേരെ HFന്റെ ഗ്യാങ് ഹൗസ്. ഒരു ഗ്യാങ് വണ്ടി ഉണ്ടോ? എടുത്തോടാ. ഇപ്പൊ എത്ര വണ്ടിയായി ഇപ്പൊ മൊത്തം? അപ്പൊ ഇപ്പൊ എത്ര വണ്ടി ഉണ്ട് നമ്മളവിടെ? 4 അതോ 5? ഇറ്റാച്ചി ഇവിടെ 6 വണ്ടിയല്ലേ? അവിടെ പോവാ. അപ്പൊ പിന്നെ നമുക്ക് സിറ്റിസൺ വണ്ടി പോയിട്ട് അവിടെ നിന്ന് അമ്മ വണ്ടി കയറാടാവാ. ഓക്കെ, അപ്പൊ മീറ്റിംഗ് ഏരിയ. ആ കെവിന് HFന്റെ ഗ്യാങ് ഹൗസിന് അങ്ങോട്ടോ ഒരു സിറ്റിസൺ വണ്ടി എടുത്തോ. ഗ്യാങ് ഡ്രസ് ഇടാ. എടാ നമ്മള് മീറ്റിംഗ് ഏരിയയുടെ അവിടെ വന്നോ. ഏത് മീറ്റിംഗ് ഏരിയയാണ് നീ പറഞ്ഞത്? ഇതല്ലടാ, ഇതല്ലടാ, മറ്റേ മീറ്റിംഗ് ഏരിയ അല്ലേ? മറ്റേ ഒറിജിനൽ മീറ്റിംഗ് ഏരിയ അല്ലേ ഇവിടെ? അതാണ്. വാമ്പേഴ്സ് ലൊക്കേഷൻ. ആരുടെയും കയ്യില് എക്സ്ട്രാ ജോയിന്റും മെച്ചും തരാണ്ട. അല്ലെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാം. നിനക്ക് എടുക്കാൻ പറ്റുമോ? എനിക്കോട് എടുക്കണം. ഇറങ്ങുവാണേ. എന്റെ മാർക്ക് വരുന്നുണ്ടല്ലോ. വന്നല്ലോ എന്റെ മാർക്ക് ഇല്ലേ? വന്നില്ലേ? ഓക്കെ. ഞാൻ എടുക്കാം. ബുള്ളറ്റ് എടുക്കാം. എടാ നിങ്ങളവിടെ മീറ്റിംഗ് പോയിന്റ് തന്നെ ഇല്ലേ വരുന്നേ? ആ അമ്മാരെന്തിനാണ് പറഞ്ഞതല്ലേ? ആ വെയിറ്റ് അല്ല ഞാൻ പറയാം. വെയിറ്റ് ഹലോ. എടാ നമ്മളെ പറ്റി വേറെ ഗ്യാങ്ങിലുള്ളവർ ആരെങ്കിലും നിങ്ങൾക്കൊന്നും വല്ല പറഞ്ഞായിരുന്നാ? കറക്റ്റ് ആയിട്ട് എന്തിനാ പറഞ്ഞൊന്ന് കറക്റ്റ് പറയോ ഒന്ന്? നമുക്ക് പേടിയാണോ? ഓ ശരി. നമ്മള് മനപ്പുറം വരാത്താണ് പേടിയാണ്ടാണ് വരാത്ത നമുക്ക് എന്നുള്ള ഒരു ഇല്ലെന്ന് പറഞ്ഞു. എടാ ഇത് സംഭവം പറഞ്ഞതേ ഇങ്ങനെ തന്നെ. അല്ല നമുക്ക് പേടിയാണെന്ന് അതുകൊണ്ടാണ് നമ്മള് AK സിറ്റുവേഷൻ എടുക്കാത്തത്. നമ്മളെ പറ്റി HF പറഞ്ഞത്. ആരടുത്ത്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അത് ഓക്കെ. AKM അടുത്ത് നമ്മള് സംസാരിച്ചല്ലോടാ. HF ഇതിന്റെ ഇടയിൽ പോയി പറയേണ്ട ആവശ്യം എന്തിനാണ്? നമുക്ക് പേടിയായിട്ടാണ് നമ്മൾ അടിക്കാത്തത്, നമ്മൾ ഇറങ്ങാത്തതെന്ന് പറയേണ്ട ആവശ്യം എന്തിനാണ്? അതാ എന്നാ പിന്നെ അത് നമുക്ക് പേടി ഉണ്ടായില്ലെന്നൊന്നും അത് കാണിക്കണ്ടേ? രണ്ടുപേരുള്ള വണ്ടി ഏതാണ്? രണ്ടുപേരുള്ള വണ്ടി പറയണ്ട. എടാ ഞങ്ങള് 2 പേരുണ്ട്. ഓരോരുത്തർ വെച്ച് കയറ്റാൻ പറ്റുമോ? ഈ പിങ്ങിലോട്ട് വരുമോ? ഞാൻ ഈ പിങ് സിറ്റിസൺ ഉണ്ട് ഇതില്. ഇപ്പൊ ഇറങ്ങിപ്പോണ്ട്, ഞങ്ങളെ വെളി ഇറങ്ങിപ്പോണ്ട് ഇവിടെ ഈ പിങ്. നീ സിറ്റിസൺ വണ്ടിയില്ല, ഇവിടെ ഓൾറെഡി 6 വണ്ടിയായി. നീ വണ്ടി എടുക്കാൻ പറ്റൂല. ഞാനിപ്പോ ഗ്യാങ് വണ്ടി എടുക്കണ്ടേ? നീ എടുത്തോ, നിന്റെ അടുത്ത് ഓൾറെഡി എടുത്തോന്ന് പറഞ്ഞല്ലോ. നീ എവിടെ? ഞാൻ വന്നോണ്ടിരിക്കുക. നീ അപ്പൊ ഒറ്റക്കല്ലേ? ഒറ്റക്ക്. അപ്പൊ അങ്ങനെ അവന്റെ വണ്ടി കയറാം. എടാ വണ്ടി എവിടെ? ഏതാണ് വണ്ടി? ഏതാണ് നമുക്ക് കയറുള്ള വണ്ടി? ഇതാണോ? ഇതില് 3 പേരുണ്ട്. 3 പേര്. നീ മാത്രമേ ഉള്ളൂ? എടാ ഞാൻ ഇതിൽ കയറി. ഞാൻ ബാലിന് മാത്രമേ ഉള്ളൂ വണ്ടിയിൽ. സ്നേപ്പ് നീ ഇതിൽ കയറുന്നേ കയറിക്കോ. ഇതില് ഞാനും ഇവനും മാത്രമേ ഉള്ളൂ, ബാലിന് മാത്രമേ ഉള്ളൂ. ആ എന്നാ ഓക്കെ സെറ്റ്. ഓക്കെ എടുത്തോ. സക്കീർ കയറി.
നിങ്ങളുടെ ലൊക്കേഷൻ എടാ 5023 അവിടെ നമ്മുടെ ഗ്യാങ് ഹൗസ് ഇല്ലേ അതിന്റെ മേളില് മല. കണ്ട് താഴോട്ട് ഡിറ്റാച്ച് നീ കണ്ണാപ്പിനെ പിക്ക് ചെയ്യട്ടെ, കണ്ണാപ്പിക്ക് ഗ്യാങ് ഉണ്ടില്ല. ബുള്ളറ്റ് എവിടെയാ ഫുഡ് ഉണ്ടോടാ അതില്? ഇങ്ങോട്ട് 8:33 എന്റെ പിങ്ങില് വാ. പിങ് കണ്ടോടാ, അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്ന പറഞ്ഞു. നീ ഇല്ല, നീ സെൽഫായിട്ടൊന്ന് പിങ് ചെയ്യണം. അപ്പൊ പിങ് പേടിയില്ലാത്തവരൊന്നും ഗ്യാങ് ഹൗസ് ആ പേടിയില്ലല്ലോടാ അമാർക്ക് ഒട്ടും പേടിയില്ലല്ലോ. ആ ഇറങ്ങുന്നില്ലല്ലോടാ അങ്ങോട്ട് പേടിയില്ലാഞ്ഞിട്ട്. ഒരു എടാ അമര വണ്ടിയാണോടാ വെളി കിടക്കുന്ന പറഞ്ഞ ഇടിച്ചു കളടാ. ഇടിച്ചോളേട്ടാ, ഇടിച്ചു കളഞ്ഞു. അവനെ മറ്റവനടി അണ്ണാ. ഇടിച്ചോളാ ഏകദേശം ഒരു പോസ്റ്റൽ കോഡ് പറയാം അണ്ണാ. കാര്യം പറയാം. പോസ്റ്റൽ കോഡ് എന്ന് പറയണ കാര്യം ചോദിക്കണം, കാര്യം. ഹലോ വെയിറ്റ് പറയാം. ഹലോ ഹലോ, പേടിക്കല്ലേ ബ്രോ, പേടിക്കല്ലേ കാര്യം പറയാം. എന്തായിരുന്നു ഒരു വണ്ടി ഇറങ്ങി കൊടുക്കും. സോറി എടാ അവന്റെ മറിച്ച് കറക്റ്റ് വീഡിയോ അതാ ഇവനടി പേടിക്കല്ലേ ബ്രോ. അയ്യോ പേടിക്കല്ലേ, വണ്ടിയൊക്കെ പേടിക്കല്ലേ. വാടാ ഈ പിങ് എല്ലാരും ഫോളോ ഗ്യാങ്സിന്റെ അകത്ത് ഇറങ്ങിയേക്കുവാണേ. ഗ്യാങ്സിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പിങ്ങോ അയ്യോ ഈ പിങ് ഒറ്റ വേണ്ടി ഇങ്ങോട്ട് വേണ്ട, അവിടെ നിക്കല്ലേ. എടാ അവനെ ഇടിയടാ ആ ഗ്യാങ്ങോസിൽ കയറേ. ഒരു വണ്ടി നിൽക്കും, ഇവന് കേറ്റില്ല കേട്ടോ ഗ്യാങ്സില്. ഇവന് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലട്ടാ. അത്ര ഉള്ളത് അവനങ്ങ് ഇട്ടങ്ങ് ഇതാക്ക്. എന്താണ് കൊടുക്കട്ടാ. ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇല്ലല്ലോ. കേറ്റല്ലേ ഇറങ്ങി അടിക്കാൻ പോകുന്നു. അവനെ കേറിയില്ല. എന്താടാ കഴിവില്ലടാ വണ്ടി ഓടിക്കാനായിട്ട്. കേറ്റല്ലേ എടാ ഒരാൾ കേറി ഇല്ല, യു ആർ നോട്ട് അല്ലേ. ആ ഫയറിംഗ് ആയിരുന്നു വെളിയിലല്ലേ ഫയറിംഗ് ആയത് അല്ല അവർക്ക് കേറിക്കൂടാ അകത്തോട്ട്, മനസ്സിലായോ? ആ അത്ര ഉള്ളു ഇറങ്ങി വാമ്പേഴ്സ് വണ്ടി ഇറങ്ങിയ ഇതും തിരിച്ചു ചെയ്യാ. അത് മൈൻഡ് ചെയ്യണ്ട നമുക്ക് അവരൊക്കെ അടിക്കില്ല നോക്കിയാ പോരെ. ഡ്രസ്സൊക്കെ ഒരേപോലെയാണ്, റെഡ് ആണ് എല്ലാത്തിനും. ഇവന്മാരെ പിടി. ഈ മലേന്റെ എന്റെ വണ്ടിക്ക് ടയറില്ല, അതാണ് പ്രശ്നം. എവിടെയാണ് നമ്മള്? ഇവിടെ ഒരു വണ്ടി ഒറ്റയ്ക്ക്. എടാ ഞാൻ ഇറങ്ങി കൊടുക്കുവാണേ. ഇവിടെ എവിടെ പിങ് ചെയ്ത് ആ ഓക്കെ ഇവിടെ വണ്ടി താഴെ. എടാ മലയിലൊരു വണ്ടി ഉണ്ട്. സത്യം ഹലോ ഒരു വണ്ടി കൂടി വരുന്നു. അവനടി എവിടെ അവനടി ആ ഇവരടി. ആ എനിക്ക് അടി കിട്ടിയടാ. അവന്മാരല്ലല്ലോ നമ്മളറിയത്തില്ല. അതാ ഇവിടെ താഴെ ഇവിടെ മാർക്ക് ചെയ്ത് നോക്കടാ. വരുന്ന സെയിം ലൊക്കേഷൻ ഇവിടെ ഒരു വണ്ടിക്ക് ടയറില്ല. ഈ വണ്ടി വേണ ഈ വണ്ടിക്ക് ആണടാ നമ്മളെ തന്നെ മേടിക്കുന്ന ഇവിടെ ഒരു വണ്ടിയാ മറിഞ്ഞേ. ഇല്ല നേരെ വേറെ നോക്കല്ലേ. 6 മാത്രം പിടി. മറ്റേത് വണ്ടി എടുക്കുന്നല്ലോ, അതെന്താണ്? എടാ ഇവിടെ ഈ പിങ് വണ്ടി മറഞ്ഞു ഒരാളോട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഗ്യാങ്സ് കയറടാ വീണ്ടും. അയ്യേ ഗ്യാങ്സ് കയറടാ വീണ്ടും. അയ്യേ അവനെന്തിനു കാണിക്കുന്ന ഗ്യാങ് ഹൗസിനകത്തിരുന്ന് അടിക്കുന്നോ?
ഇവിടെ ഇറങ്ങുവാണ് ഞാൻ ഇവിടെ റൗത്തർ ശശി ഇറങ്ങിപ്പോയി അത് ഗ്രേ ക്രാഷ് എന്ന് ഗ്രേ ക്രാഷ് എന്ന് ഇറങ്ങിപ്പോയി പേടിച്ച് പിസ്റ്റളാടാ സൂപ്പർ ഒന്നും പറയാനില്ല. ഒരു ഫുഡ് ഉണ്ടല്ലോ ബാക്കി 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 ചത്ത് കേട്ടോ ചത്ത് കുഴുത്തവൻ എടാ മല അവിടെ നിന്ന് വണ്ടി ഇടാ. ഈ വണ്ടി വെച്ച് ഇച്ചിരി കൺട്രോൾ വെച്ച് ശോകോടാ മറ്റേ ഞാൻ തീരം മറ്റേ ഹൈന എടുത്തോടല്ലേ പേടിക്കല്ലടാ ഡേ പേടിക്കല്ലടാ നിന്റെ റാത്ര ശശി എണ്ണം പറഞ്ഞ അങ്ങനെയാ പേടിക്കല്ലേ റാത്ര എണ്ണം പറഞ്ഞത് പേടിക്കില്ലെന്നാ ഡേ പേടിച്ച് ഗ്യാങ്കോസി പേടിക്കല്ലേ പാതി പേര് ചത്ര വീടിന്റെ ഫ്രണ്ട് ഒരുത്തും ചത്ത കിടക്കുന്ന ഇറങ്ങട്ടെ ഇറങ്ങും വെളിയിൽ വന്നല്ലോടാ ആ ബഗ്ഗായി ക്രാഷിനത് ഗേ ക്രാഷിനത് റീസെറ്റ് അകത്തുനിന്ന് അടിച്ചാൽ നമുക്ക് അടിക്കാം ആ അടിക്കാം ആ കൊടുക്കാം ഇവിടുന്ന് എല്ലാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു അകത്തുനിന്ന് അടിക്കുന്ന നമ്മൾ ഈ റൈറ്റ് ഇറങ്ങി അടിക്കട്ടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇവിടെ ഇറങ്ങി അടിക്കട്ടെ ഡൗൺ അകത്ത് എത്ര പേരുണ്ടെന്ന് പറയാം അകത്ത് 1 2 4 പേര് എന്റെ വണ്ടിയുള്ള ആൾക്കാർ കംബാക്ക് അടിക്കണം. ഹലോ അല്ല അവര് അകത്തുനിന്ന് ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മളെന്തിനാണ് അവര് ഞാൻ പറഞ്ഞോ ബ്രോ പറഞ്ഞോ സംഭവം ഞാൻ പറയുന്നോ സംഭവം നമ്മള് വെളിയിൽ ഫയറിംഗ് സ്റ്റാർട്ടായി അവര് വെളി ഇറങ്ങി ഫയറിംഗ് സ്റ്റാർട്ടായി സിറ്റുവേഷൻ സ്റ്റാർട്ടായി അവര് ഫയർ ചെയ്ത് ഞങ്ങൾ ഫയർ ചെയ്തു വെളിയിൽ പിന്നെ അത് കഴിഞ്ഞ് അവര് തിരിച്ചകത്തോട്ട് വീണ്ടും കയറിയിട്ട് അകത്തുനിന്ന് ഫയർ ചെയ്യും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ വേണമെങ്കിൽ ഫയർ നിർത്താം ഞങ്ങൾ ഫയർ നിർത്താം അവര് ഇറങ്ങാൻ പറഞ്ഞാൽ മതി ഇറങ്ങാൻ പറയാം ഞങ്ങൾ ഫയർ നിർത്താം എടാ വന്നിട്ട് റിപ്പയർ ചെയ്തിട്ട് വല കയറാം റിപ്പയർ ചെയ്തിട്ട് ഹൈനുള്ളവരെല്ലാരും മാറ്റണം കാരണം ഫുഡ് ട്രങ്കിലിട്ടുണ്ട് ഞാൻ പോയി AR എടുത്തിട്ട് വരാം എന്റെ ഇപ്പൊ കാർണേജ് മാറ്റാൻ ടൈം ഉണ്ടോ ഹൈന ഷോകോ കാരണല്ലേ സാൻഡിന്റെ അവിടുത്തെ ഇവിടത്തെ ഗ്യാരേജ് അയ്യേ 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 പേടി അയ്യേ അവൻ മുള്ളി മുന്നേ വന്ന് മുള്ളി അയ്യേ എടാ റാവുത്തർ നമ്മളെ ഫ്രണ്ട് വന്ന് സ്ഫോടാടാ എന്നിട്ട് എക്സിറ്റ് അടിച്ചു നോക്കളാ അയ്യോ ഇതുപോലൊരു പെണ്ണാളൻ വാണത്തിന് ഇവനെ പോലെ പെണ്ണം കൊണ്ട സിറ്റിയിലില്ല സ്വന്തം ഗ്യാങ് കൊണ്ട് അടിക്കാൻ പറ്റത്തില്ലെങ്കിൽ കണ്ട തമിഴന്മാരെ വിളിച്ചോണ്ട് വന്നേക്കുന്നു വാണപ്പൻ. അല്ല അവന്മാര് പറഞ്ഞു ബ്രോ പറ്റത്തില്ല സിറ്റുവേഷൻ എടുക്കാറത് ഇല്ലെന്ന് നമുക്ക് എടുക്കാന്നൊക്കെ വഴി പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ അടിക്കണോന്നൊക്കെ അയ്യേ എടാ ഞാൻ ഈ വണ്ടി ഒന്ന് ഇതാക്കിട്ടെ റിപ്പയർ ചെയ്തിട്ട് റിപ്പയർ പത്തിരയുമ്പോ ആള് മറ്റേ വയറൂരി വലിച്ചേട്ടാ ഈ പ്രാവശ്യം മറന്നുപോയി ചോടിയടാ എന്ത് ഇവനിപ്പോ പശ്ചാത്താപിക്കായിരിക്കുമല്ലോടാ ഇവന്റെ സ്വന്തം കാര്യം ആലോചിച്ചേ ഇവ സ്വന്തം എന്താണെന്നറിയാം നമ്മള് കണ്ടു കാണത്തില്ല സത്യം പുള്ളിന്റെ ഇടയിൽ എഫേറ്റ് അടിക്കാൻ പോയതാണ് കേട്ടാ അയ്യേ ഇതിന് നല്ലത് മറ്റേ ഗരാജ് സ്ഫോടായി കൂടാ എത്ര പുഴുത്തൊക്കെ നെറ്റ് വരാനുള്ള ബുദ്ധിയുണ്ട് പക്ഷെ ഗരാജ് ഉള്ള ബുദ്ധിയില്ല അതാണ് ആള് വിചാരിച്ചെന്താ അറിയാമോ ഫൈറ്റ് അടക്കം ഒറ്റയ്ക്കൊക്കെ ബാക്കിൽ കൂടി ഒന്ന് അടിക്കാം അതൊക്കെ കേട്ടാ കളിക്കാൻ പേടിച്ച് മൂത്ര ചാടി ഓടി അയ്യേ ഇതിന് പുഴുത്ത് അത്രേ ഉള്ളു വേറെ പറഞ്ഞ പുഴുത്ത് ഇവിടെ റിപ്പയർ ഇല്ലടാ എടാ അമ്മ ഇറങ്ങി പറ പക്ഷെ അണ്ണന്മാര് വിചാരിച്ചെന്തരെന്നറിയാമോടാ അണ്ണന്മാര് വിചാരിച്ചെന്തരെന്നറിയാമോ
അണ്ണന്മാര് വിചാരിച്ച് അവന്മാരുടെ ഇടയ്ക്ക് അടിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ അടിച്ചെന്ന് പറഞ്ഞ് മറ്റേ പരാതി വിചാരിച്ച അവന്മാരൊക്കെ മാറിപ്പോയിടാ പുഴുത്ത് അതോടുകൂടി മനസ്സിലായില്ലേ അതോടെ പുഴുത്ത് എവിടെയാണോ റിപ്പയർ എവിടെയാണോ കോമഡി ഒന്നല്ല അവന്മാരെ ഓടി ഇങ്ങോട്ട് വന്നായിരുന്നു ആദ്യം എന്നിട്ട് നമ്മളെല്ലാരും വണ്ടി ചാടി ഇറങ്ങിയപ്പോഴേ ഒരു ഓട്ടം ഉണ്ടായിരുന്നു അങ്ങോട്ട് ഗ്യാങ് അകത്തോട്ട് അവന്മാരെന്തോടെ ഗ്യാസ് എല്ലാം വെച്ചിരുന്നത് അതെങ്ങനെയാണ് തീ വന്നത് എനിക്കൊന്ന് അഡ്മിൻ കൊണ്ട് വെച്ചെന്ന് തോന്നുന്നുണ്ടാ അല്ല അവരുടെ ആരോ ഇറങ്ങി അടിച്ചപ്പോ ഇതേപോലെ സെയിം ആയിരുന്നു. രണ്ട് തീയൊക്കെ കത്തുന്നു അവിടെ വയ്ക്കുമ്പോ അങ്ങനത്തെ ഗ്യാങ്സാടാ ആ മതിലിന് എന്തോ തീ വരുന്നു. അന്നേ വെടിവെച്ച് കൊല്ലാൻ പറ്റുള്ള എങ്ങനെയെങ്കിലും കൊതിക്ക് ഇട്ടെടുക്കട്ടെ എന്നിരിക്കും. ഒക്കെ എന്തോരം അടിയുണ്ട്. ലൊക്കേഷൻ ഹലോ നമ്മളങ്ങോട്ട് തിരിച്ചു വരുന്നു പെണ്ണാട്ടക്കുട്ടന്മാർ ഇറങ്ങുന്നുണ്ടോ